നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ സിൽജിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മിനിലിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു പറയുന്നേ സുസ്തി. പരിശുദ്ധ മറിയമേ, everything feels new again. Muted tones and violence. I never looked this way again. Never looked this way again. Darling, you look delicate. Face it, I just can't forget. I wanna feel this way again. I wanna feel this way again. For you I fight and fall. For you I fight and fall. For you I fight and fall.
വെച്ചാൽ ഞാൻ ഒരു ഡിഗ്രി 3rd ഇയർ. അതാണ് ഇപ്പം ആഗ്രഹം. അതിനെ കല്യാണം കഴിക്കുന്നത്. ഗോവയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കല്യാണം. ഇപ്പം അതേ ഉള്ളൂ. കല്യാണമൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നാളെ കഴിഞ്ഞ് ഗോവയ്ക്ക് പോകുന്നു. പീസ് അവിടെ കിടക്കുന്നു. എത്ര പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ മതി അല്ലേ? അതെ, വേറെ ഒന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. അവൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താ? അവൻ്റെ ശരിക്കുള്ള സ്വഭാവം ചെറുപ്പം പോലെ അവൻ അറിയാവുന്നതുകൊണ്ട് പറയുന്നതല്ല, ഭയങ്കര കുരുത്തക്കെട്ട സ്വഭാവം. എല്ലാം അറിഞ്ഞുകൊണ്ട് കിട്ടിയാണോ? ഉറപ്പായിട്ടും. പിന്നെ അത്ര പാവമൊന്നും അല്ലാത്തതുകൊണ്ട് അവനെ ഞാൻ സഹിക്കുന്നു. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് 5ാം ക്ലാസ് മുതൽ 5 മുതൽ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. 5 സമയത്തൊക്കെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. പിന്നെ ഒരു 10 ആയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടായി. പിന്നെ ഡിഗ്രിക്ക് ഒരുമിച്ച് വന്ന് അഡ്മിഷൻ എടുത്തു. അറിയാണ്ട് തമ്മിൽ പറയാണ്ട് വന്ന് ഒരേ ക്ലാസ്സിൽ വന്ന് അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ സെറ്റായി. എന്ന് മുതലാണ് ആ പ്രണയം തോന്നിയത്? അതൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി 3rd ഇയർ എനിക്കാ തോന്നിയേ. ഞാനാണ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ അവൻ 1 വർഷം കഴിഞ്ഞു. 1 വർഷം എടുത്തു അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാർഡ് വർക്കിങ്ങാണ്. ഭയങ്കര എന്താ പറയുക, അംബീഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഉണ്ട്. അപ്പം പക്ഷേ പോസിറ്റീവ്ലി ഹീ ഈസ് വെരി അംബീഷ്യസ്. അപ്പം എനിക്ക് തോന്നി ഒരു റിച്ച് മാനെ കിട്ടുന്ന അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടുന്നതിൽ നല്ലത് ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നാഗ്രഹമുള്ള ഹാർഡ് വർക്കിംഗ് ആയ ഒരു സാധാരണക്കാരെ കിട്ടുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ പോകണം, ചില്ലാവണം. ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ പോകണം, പീസായിട്ട് കിടന്നുറങ്ങണം, ചില്ലാവണം, നാട്ടിൽ വരണം, പണിയെടുക്കണം. ഇനി അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും പോകണം. പീസ്, ചിൽ, സമാധാനം. അതെ. അപ്പോൾ ആ സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് അല്ലേ? യെസ്, എക്സാക്ട്ലി. അടിപൊളി. ഒഫീഷ്യലി തുടക്കം കുറിക്കുന്നു. എൻ്റെ ചേട്ടാ മതി ചേട്ടാ. എനിക്ക് ചിന്നമ്മയായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ I wanna shout it to the world so they know my sweet baby loves me so. She got me going, yeah, she turns me on. And she loves me, yeah, she loves me. And it blows my mind. Yeah, it blows my mind. She's my lover. കഴിഞ്ഞു കല്യാണത്തിന് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ പൊന്നെ ഒറ്റടിയങ്ങാണ്ടല്ലോ. അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇവന്റ് ഒന്ന് കഴിഞ്ഞാൽ മതി, അതാ എൻ്റെ ആഗ്രഹം. എനിക്ക് പോലെ ഒരു ആഗ്രഹവും ഇല്ല. ഗോവയിൽ പോകുന്നതൊക്കെ പറഞ്ഞാൽ ഗോവയിൽ പോയി ക്യാൻസൽ ചെയ്യും. എനിക്ക് ഉറങ്ങണം. പോലെ എടാ, അവൻ ഗോവയിൽ പോക്ക് ക്യാൻസൽ ചെയ്യേണ്ടി പറഞ്ഞു. എന്താ ഞാൻ അവനെ വിട്ടു. ഞാൻ രക്ഷപ്പെട്ടു. She loves me, yes she loves me, and it blows my mind. Yeah, it blows my mind. She's my lover. സിൽസിയും തമ്മിൽ ഈ ശാന്തമായ സായനത്തിന് പരിശുദ്ധമായ മാതാവിൻ്റെ ബസിലിക്കയിൽ വെച്ച് ഇന്ന് മുതൽ മരണം വരെ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സാക്ഷിയാക്കി നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അവർ ഇന്ന് പ്രതിജ്ഞ എടുക്കുന്ന വിശുദ്ധമായ കുദാശയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ പ്രത്യേകമാവിധം ചന്ദനക്കാമ്പാറയിൽ ഇവിടെ എത്തിയിരിക്കുന്ന പരമ്പത്ത് കുടുംബാംഗങ്ങൾ, സിൽജിയുടെ മാതാപിതാക്കള്, മറ്റു കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ചെമ്പേരി ബസിലിക്ക കുടുംബത്തിലേക്ക് സ്വാഗതം ആശംസിക്കാം.
മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായി കന്യകമാർ അവളെ അനുഗമിക്കും. പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സജീവനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുതർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളാരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേക്കും
നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്തോരം പെണ്ണുങ്ങളെ നീ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട് കോളേജിലൊക്കെ. ഈ ഇതിനെ മാത്രം നിനക്ക് കിട്ടിയുള്ളൂ. നീ എന്തിനാ ഇവളെ മാത്രം തിരഞ്ഞെടുത്തത്? പെട്ടുപോയെന്നല്ലേ? സിൽജി, എന്തോരം ചെറുപ്പക്കാരുണ്ടായിരുന്നീ, മാത്രമേ കിട്ടിയുള്ളോ? ഒരു രക്ഷയില്ലായിരുന്നോ? ലൂക്കാച്ചൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി ബാക്കി ഞാൻ തരാമെന്നാണ് അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞത്. സിൽജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിനിലിന്റെ ഭാര്യയായി ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സിൽജിയുടെ തിരഞ്ഞെടുപ്പോ വിനിലിന്റെ തിരഞ്ഞെടുപ്പോ അല്ല, മറിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. വിനിലിന്റെ ജീവിതത്തിൽ വിനിലിന്റെ കുറവുകളെ മനസ്സിലാക്കി ദൈവം ആ കുറവുകളെ നികത്തുന്നതിന് തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ മറുമരുന്നാണ് സിൽജി എന്ന് പറയുന്ന എൻ്റെ ഈ പെങ്ങള്. അതുപോലെ തന്നെ സിൽജിയുടെ ജീവിതത്തിൽ ആ കുറവുകൾ നികത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ മറുമരുന്നാണ് വിനില്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും തിരഞ്ഞെടുത്തതോ നമ്മൾ ആരും ചേർത്ത് വെച്ചതോ അല്ല ഇവരെ, മറിച്ച് ദൈവം അനാദിയിലെ തന്നെ തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ഒരു പങ്കെന്ന വണ്ണം ഇവർക്ക് വേണ്ടി പരസ്പരം കോർത്തു വെച്ചതാണ് ഇവരെ രണ്ടുപേരെയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സിൽജി, നിനക്ക് മാത്രമേ വിനിലിന്റെ ജീവിതത്തിന്റെ കുറവുകളെ നികത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അളിയന് മാത്രമേ എൻ്റെ പെങ്ങളുടെ കുറവുകളെ നികത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷ നിർഭരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ഇനി നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ണുനീരും കുറ്റങ്ങളും സങ്കടങ്ങളൊക്കെ വരും. ജീവിതമാണ്, അതുണ്ടായേ പറ്റൂ, അത് ഉണ്ടാകും, തീർച്ചയാണ്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടെന്ന് ഒന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് അവളുടെ കഴിവുകേടല്ല, മറിച്ച് അത് എൻ്റെ കഴിവുകേടാണ്. ആ കുറവുകളെ നികത്തേണ്ടത് ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ശരിയാണ്, ഇതെന്റെ ഭാര്യയാണ്, അവൾക്ക് ഇന്നിന്റെ കഴിവുകളും ഇന്നിന്റെ കുറവുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ അൾത്താരെ സാക്ഷിയാക്കി വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈതൊട്ട് ഞാൻ താലി ചാർത്ത് എന്റെ പൊന്നു പെണ്ണ് അവളുടെ കുറവുകളോടും നിറവുകളോടും വരെ മരിക്കുമ്പോഴും ഇന്ന് ഈ അൾത്താരയിൽ ദേവാലയത്തിൽ നിങ്ങൾ കൈപിടിച്ച് ഇറങ്ങുന്നത് മുതൽ നാളെ ഈ ദേവാലയത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലുമൊക്കെയാൽ ആനയിക്കപ്പെട്ട് മരണത്തിന്റെ സന്ദേശവുമായി ഈ ദേവാലയത്തിലേക്ക് തന്നെ തിരികെ വരുന്ന ദിവസം വരെയും നിങ്ങളുടെ കൈകൾ പരസ്പരം വിട്ടുപോകരുത്.
ഇന്ന് ചേർത്ത് പിടിക്കുന്നത് അവസാനം വരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രിയ സഹോദരേ, ഈ വധുവരന്മാർ വിവാഹം എന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദമ്പതികൾ തമ്മിലുള്ള ഉഭയസമ്മതം. ജോർജ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസ്തയിൽ ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളെല്ലാം സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തത അടയാളമായി ഇവർ പരസ്പരം അണിയുന്ന മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ അർപ്പണം ചെയ്യാൻ കുടുംബനാഥൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. വിവാഹത്തിന്റെ പ്രതിജ്ഞ രണ്ടുപേരും ചേർന്നേക്ക് ചൊല്ലുക. ഇന്നു മുതൽ മരണം വരെയും സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലയണിച്ച് ആശ്വാദം സ്വീകരിക്കുവേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മെസ്സിലെ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിതത്തിനും കാരണമാണ്.
കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുലാശയാൽ നിറബലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ദിവ്യകുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. ദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart